സിറ്റി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കാഞ്ഞങ്ങാട്, സുൽത്താൻ ഗോൾഡ്, MG റോഡ്, കാസർഗോഡ്. ഫാൽക്കോ വെഡിംഗ് സെന്റർ, ഫാൽക്കോ ടവർ, കാഞ്ഞങ്ങാട്. പറക്കാട് ജുവൽ, ഫാൽക്കോ ടവർ, കാഞ്ഞങ്ങാട്. ഐവ സിൽക്സ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞങ്ങാട്. നമസ്കാരം. പ്രധാന വാർത്തകൾ. ക്ഷേത്രങ്ങളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭത്തിന് BJP തയ്യാറെടുക്കുന്നു. സർക്കാർ നിലപാടുകൾക്കെതിരെ സമരം ചെയ്യുമെന്ന് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. കിളിയളം ആണ്ടിയൂട്ട് മഹോത്സവത്തിൽ പങ്കെടുത്തവർക്ക് ഭക്ഷ്യവിഷബാധ, 70ഓളം പേർ ആശുപത്രിയിൽ. വിദ്യാഭ്യാസ വായ്പയ്ക്ക് മൊറട്ടോറിയം അനുവദിക്കണം. SFI പ്രവർത്തകർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആത്മീയ സായുജ്യം തേടി മലേഷ്യൻ പ്രതിപക്ഷ നേതാവ് അൻവർ ഇബ്രാഹിം മാലിക് ദിനാറിൽ. കാസർഗോഡിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് അൻവർ ഇബ്രാഹിം. സേവന പ്രവർത്തനങ്ങളിലൂടെ താരങ്ങളായ കുട്ടി പോലീസിന് ആത്മവിശ്വാസം വളർത്താൻ കരാട്ടെ പരിശീലനവും. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ കരാട്ടെ പരിശീലനം തുടങ്ങി. കാഞ്ഞങ്ങാട് തെരുവത്ത് അറയിൽ ഭഗവതി ദേവാലയം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം തുടങ്ങി. മതമൈത്രി സന്ദേശം ഉയർത്തി കലവറ ഘോഷയാത്രകൾക്ക് കൂളിയങ്കാലിൽ സ്വീകരണം. രാവണിച്ചരം കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് സമാപനം. വാർത്തകൾ വിശദമായി. ക്ഷേത്രകാര്യങ്ങളിലെ അവഗണനയ്ക്കെതിരെ BJP പരസ്യമായ പ്രതിഷേധത്തിലേക്ക്. സർക്കാർ നിലപാടുകൾക്കെതിരെ സമരം ചെയ്യുമെന്ന് BJP നേതാവ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. ക്ഷേത്രങ്ങളോടുള്ള ദേവസ്വം ബോർഡ് അവഗണനയ്ക്കെതിരെ BJP സമരത്തിനിറങ്ങുമെന്ന് BJP ജില്ലാ കമ്മിറ്റി അറിയിച്ചു. ഹൈന്ദവ ആചാരങ്ങളും ആരാധനകളും ദേവസ്വം ബോർഡ് അവഗണിക്കുമ്പോൾ വരുമാനത്തിൽ മാത്രമാണ് കണ്ണ്. ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം വരുമ്പോൾ പണമില്ലെന്നാണ് മലബാർ ദേവസ്വം ബോർഡ് പറയുന്നത്. ദേവസ്വം ബോർഡിന് വരുമാനമില്ലെന്ന് പറഞ്ഞ് ക്ഷേത്രങ്ങളെ അവഗണിക്കുമ്പോൾ മറുവശത്ത് ദേവസ്വം ബോർഡിന് പണം മിച്ചമുണ്ടെന്ന് സംശയിക്കണമെന്നും ഇതുകൊണ്ടാണ് ഓഫീസ് ആഡംബരവൽക്കരിച്ചതെന്നും BJP ജില്ലാ ജനറൽ സെക്രട്ടറി കെ ശ്രീകാന്ത് പറഞ്ഞു. ക്ഷേത്രങ്ങളെ അവഗണിക്കുന്ന സമീപനം സ്വീകരിച്ച ദേവസ്വം ബോർഡും അതുപോലെ തന്നെ സർക്കാരിൻ്റെ നിലപാടിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കാൻ BJP തയ്യാറാകേണ്ടി വരും. കാരണം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളടക്കം ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതിൻ്റെ ആരാധനാലയങ്ങളെയും അവഗണിക്കുന്ന ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ വരുമാനത്തിൽ മാത്രമാണ് കണ്ണുവച്ചിരിക്കുന്നത്. അവിടുത്തെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനോ ഈ ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ പഠിപ്പിക്കാനോ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ചെയ്യുന്നില്ല. മലബാർ ദേവസ്വം ബോർഡ് ഒരു വശത്ത് ഇൻകമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രങ്ങളെ അവഗണിക്കുമ്പോൾ മറുവശത്ത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ധാരാളം പണമുണ്ട്, മിച്ചമായിട്ടുള്ള പണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾക്കല്ലാതെ ചെലവഴിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഇവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ആഡംബരമായിട്ട് നടത്തുകയും മറ്റു പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വരുന്നതും പ്രതിഷേധാർഹമാണ്. ഇതോടെ ക്ഷേത്രകാര്യങ്ങളിലെ അവഗണനയ്ക്കെതിരെ BJP ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് ഉറപ്പായി. ക്ഷേത്രാവഗണന എന്ന വിഷയത്തിലൂടെ BJP ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്നും ഏറെക്കുറെ ഉറപ്പായി. ഈ വിഷയം ഏറ്റെടുത്ത് പ്രവർത്തകരെ ഊർജ്ജസ്വലരാക്കാനും നേതൃത്വം ആലോചിക്കുന്നുണ്ട്. കിളിയളം ക്ഷേത്രത്തിലെ ആണ്ടിയൂട്ട് മഹോത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങിയവർക്ക് ഭക്ഷ്യവിഷബാധ, 70ഓളം പേരെയാണ് നീലേശ്വരത്തെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഭക്ഷ്യവിഷബാധയുടെ യഥാർത്ഥ കാരണം ഇനിയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കിളിയളം ക്ഷേത്രത്തിലെ ആണ്ടിയൂട്ട് മഹോത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങിയവർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുള്ളത്. ഉത്സവ പറമ്പിൽ നിന്ന് കഴിച്ച ഐസ്ക്രീമിലാണോ ഭക്ഷണത്തിലാണോ വിഷാംശം എന്നും സ്ഥിരീകരണം നടന്നിട്ടില്ല. ക്ഷീണവും ഛർദിയും അനുഭവപ്പെട്ട 70ഓളം പേരെയാണ് വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്.
ഭക്ഷ്യവിഷബാധയേറ്റവരിൽ കുട്ടികളും ഉൾപ്പെടുന്നു. 30ഓളം പേരെ നീലേശ്വരം NK ബാലകൃഷ്ണൻ മെമ്മോറിയൽ ആശുപത്രിയിലും അവശേഷിച്ചവരെ തേജസ്വിനി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്നിവിടങ്ങളിലും പ്രവേശിപ്പിച്ചു. ആരോഗ്യവകുപ്പ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വായ്പയ്ക്ക് മൊറട്ടോറിയം അനുവദിക്കണമെന്നും സ്വാശ്രയ മേഖലയിലെ ഫീസ് വർധന പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ച് നടന്നു. നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. സർക്കാരിന്റെ സ്വാശ്രയ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ SFI നടത്തിയ മാർച്ച് കുന്നുമ്മൽ കേന്ദ്രീകരിച്ച് താലൂക്ക് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന സമരം KSKTU ജില്ലാ സെക്രട്ടറി VK രാജൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രങ്ങളിലും നൂറുകണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കണമെന്ന് SFI തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് SFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ സൂചിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യയന വർഷം അവസാനിക്കാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയും കേരളത്തിലെ വിദ്യാർത്ഥികളാകെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു ഗവൺമെന്റിന്റെ തെറ്റായ നയത്തിനെതിരായിട്ട് SFIയുടെ നേതൃത്വത്തിൽ നടത്താൻ പോകുന്ന പ്രോജ്വലമായ സമരത്തിന്റെ തുടക്കം എന്നുള്ള നിലയിലാണ് ഇവിടെ ഈ സമരത്തിന് SFI തുടക്കം കുറിച്ചിരിക്കുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീരാഗ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് K സബീഷ്, PJ അഭിജിത്ത് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഷാലു മാത്യു സ്വാഗതം പറഞ്ഞു. ആത്മീയ സായുജ്യം തേടി മലേഷ്യൻ പ്രതിപക്ഷ നേതാവ് അൻവർ ഇബ്രാഹിം മാലിക് ദിനാറിലെത്തി. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അദ്ദേഹവും മുൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ അബ്ദുൽ അസീസും സന്ദർശനത്തിന് എത്തിയത്. മാലിക് ദിനാറിൽ അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് ഭാരവാഹികൾ നൽകിയത്. മാലിക് ദീനാർ ജുമാ മസ്ജിദിലെത്തി പ്രാർത്ഥന നടത്തി ചന്ദ്രഗിരി പുഴയുടെ വശ്യമനോഹാരിത ആസ്വദിച്ച ശേഷമാണ് മലേഷ്യയിലെ മുൻ ഉപപ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ അൻവർ ഇബ്രാഹിം നാട്ടിലേക്ക് തിരിച്ചത്. കഴിഞ്ഞ ദിവസം പുത്തൂരിലെത്തിയ അദ്ദേഹം വ്യാഴാഴ്ച ഉച്ചയോടെയാണ് വിമാനമാർഗം മംഗലാപുരത്തേക്കും അവിടുന്ന് കാസർഗോട്ടേക്കും എത്തിയത്. പുത്തൂരിൽ മലേഷ്യൻ വ്യവസായി മൗലാന അബ്ദുൾ റസാഖ് നടത്തിയ ദിക്ർ ഹൽക്കയിൽ പങ്കെടുത്ത അദ്ദേഹം മാലിക് ദീനാർ സന്ദർശിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് കാസർഗോഡ് എത്തിയത്. മംഗലാപുരത്ത് നിന്നും കാർമാർഗം കാസർഗോഡ് എത്തിയ അദ്ദേഹം സുഹൃത്ത് ഷാഫി പേർലമ്പാടിയുടെ വീട്ടിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ചു. തുടർന്ന് KCN ന്യൂസിനോട് സംസാരിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി. തന്റെ സുഹൃത്തുക്കൾ കാസർഗോഡ് ഉണ്ടെന്നും ചരിത്രത്തിൽ കാസർഗോഡിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. Yeah, I'm talking about Kasaragod specifically. That is why we are here, of course, family, friends, but also to understand the society. Because most of the time, you talk about India, what? Delhi, Bangalore, or Bombay, you know. But the country is very diverse, and the culture is so diverse. So if you want to understand society, you have to move with minimum protocol or arrangements, but just to meet. But here, of course, there is also a great history which Muslims all over have heard about Malik Dinar, and this is, I think, something that I would like to see. I mean, I've traveled all over the. ഇവിടുത്തെ ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ കോഴിക്കോട്ടും മലപ്പുറത്തും നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും കാസർഗോഡ് ആദ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ മലേഷ്യൻ മന്ത്രിസഭയുടെ സെക്രട്ടറി ജനറൽ ഡോക്ടർ അബ്ദുൽ അസീസും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് മാലിക് ദീനാറിലെത്തിയ അദ്ദേഹത്തെ മസ്ജിദ് ഭാരവാഹികൾ സ്വീകരിച്ചു. മസ്ജിദിൽ പ്രാർത്ഥന നടത്തിയ ശേഷം മാലിക് ദീനാർ ഇസ്ലാമിക് അക്കാദമിയിൽ കുട്ടികളെ അഭിമുഖീകരിച്ച് സംസാരിച്ചു. No, this is my first. I want to also share, get the barakah. തുടർന്ന് അദ്ദേഹം മംഗലാപുരത്തേക്ക് തിരിച്ചു. കേന്ദ്ര പദ്ധതികളുടെ നടത്തിപ്പിന് ജില്ലാ പഞ്ചായത്തിന് അംഗീകാരം. നിർമ്മൽ പുരസ്കാരം ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഇരട്ട അംഗീകാരം. കേന്ദ്ര സർക്കാരിന്റെ 2 അവാർഡുകൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് തേടിയെത്തുന്നു. സമ്പൂർണ്ണ ശുചിത്വം കൈവരിക്കുന്ന പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം നൽകുന്ന നിർമ്മൽ പുരസ്കാരമാണ് ജില്ലയ്ക്ക് ലഭിച്ചത്. 30 ലക്ഷം രൂപയും പ്രശംസാപത്രവുമാണ് അവാർഡ്.
പഞ്ചായത്ത് എംപവർമെൻറ്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻസെൻറ്റീവ് സ്കീം പ്രകാരം ഏർപ്പെടുത്തിയ പ്രഥമ അവാർഡും ജില്ലയ്ക്ക് ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. ഒരു സംസ്ഥാനത്ത് ഒരു ജില്ലയ്ക്ക് മാത്രമാണ് ഈ അവാർഡ് ലഭിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ നൂതന പദ്ധതികൾ നടപ്പിലാക്കി മികച്ച പ്രവർത്തനം നടത്തുന്നതിനാണ് ഈ അവാർഡ്. 20 ലക്ഷം രൂപയാണ് അവാർഡ് തുക. നിർമ്മൽ പുരസ്കാരത്തിന് ലഭിക്കുന്ന 30 ലക്ഷം രൂപ നിലച്ചിരിക്കുന്ന സീറോ വേസ്റ്റ് പദ്ധതിക്കായി ചിലവഴിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്യാമളാദേവി KCN ന്യൂസിനോട് പറഞ്ഞു. ഈ വർഷം പരിശോധനയ്ക്ക് വന്ന കേന്ദ്ര ഏജൻസി പൂർണ്ണമായും തൃപ്തിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ നമുക്ക് ലഭിച്ചത്. ഇതിന് നമുക്ക് 30 ലക്ഷം രൂപയാണ് ജില്ലയ്ക്ക് ലഭിക്കുക. 20 ലക്ഷം രൂപ ബ്ലോക്കുകൾക്ക് ലഭിക്കും. ഈ 4 ബ്ലോക്കുകളുമായിട്ടുണ്ട്. ഇപ്പോൾ 30 ലക്ഷം രൂപയാണ് ലഭിക്കുക ജില്ലയ്ക്ക്. ബ്ലോക്കുകൾക്ക് 20 ലക്ഷം രൂപ ലഭിക്കും. ജില്ലയ്ക്ക് ലഭിക്കുന്ന 30 ലക്ഷം രൂപ നമുക്ക് മുമ്പേ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അംഗീകാരം കിട്ടിയ സീറോ വേസ്റ്റ് കാസർഗോഡ് എന്ന പ്രോജക്റ്റ് കൂടുതൽ ഗുണപ്രദമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു ശ്രമമായിരിക്കും ഉണ്ടാവുക. ജില്ലയിലെ 56,965 വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് ശുചിത്വമുള്ള ഗാർഹിക കക്കൂസുകൾ, 382 അംഗൻവാടികൾക്ക് ശിശു സൗഹൃദ കക്കൂസുകൾ, 281 സ്കൂൾ ടോയ്ലറ്റുകൾ, പൊതു ശുചിത്വ സമുച്ചയങ്ങൾ, പൊതുനിരത്തുകളിലെ മലമൂത്ര വിസർജനം ഒഴിവാക്കൽ എന്നീ ലക്ഷ്യങ്ങൾ കൈവരിച്ചതിനാണ് നിർമ്മൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും നിർമ്മൽ ഗ്രാമ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 20 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് അവാർഡായി ലഭിക്കുന്നത്. ഉപദ്രവമായി മാറുന്ന മാലിന്യത്തെ സംസ്കരിച്ച് ജില്ലയെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള സീറോ വേസ്റ്റ് കാസർഗോഡ് എന്ന പ്രൊജക്ടിന്റെ നിർവഹണത്തിന് ഈ അവാർഡ് പ്രചോദനമാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. 2010-2011 സാമ്പത്തിക വർഷം പദ്ധതി വിഹിതത്തിൻ്റെ 81% തുക ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചു. ഇതിൽ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ക്ഷേമമേഖലയിൽ 90% തുക ചെലവഴിച്ചു. നൂതന പദ്ധതികളിൽ ജില്ലാ പഞ്ചായത്ത് HIV ബാധിതർക്കായി നടപ്പാക്കിയ പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ച പുരസ്കാര നിർണയ ഏജൻസിയെ ആകർഷിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ പദ്ധതി നടപ്പാക്കിയത്. പദ്ധതിയുടെ ചെലവ് 6 മാസം ജില്ലാ പഞ്ചായത്ത് നേരിട്ടും ബാക്കിയുള്ള മാസം പഞ്ചായത്തുകളിൽ നിന്ന് ശേഖരിച്ച ഫണ്ടുമായാണ് വിനിയോഗിച്ചത്. ഈ പദ്ധതിക്ക് ഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ സെമിനാറിൽ ജില്ലാ പഞ്ചായത്തിന് പ്രത്യേക അഭിനന്ദനം ലഭിച്ചിരുന്നു. കൂടാതെ ജില്ലാ പഞ്ചായത്തിൻ്റെ ദേശീയ വികലാംഗ പുനരധിവാസ പദ്ധതിയും നൂതനവും മാതൃകാപരവുമാണെന്ന് വിലയിരുത്തലുണ്ടായി. കേന്ദ്ര സർക്കാരിനായി സഹായി എന്ന ഏജൻസിയാണ് ഇത് സംബന്ധിച്ച പരിശോധന നടത്തിയത്. മുമ്പത്തെ വർഷം നൂലിഴ വ്യത്യാസത്തിൽ നഷ്ടമായ നിർമ്മൽ പുരസ്കാരം 2010-2011 വർഷം ശുചിത്വ പദ്ധതിയിൽ മികവ് തെളിയിച്ച് ജില്ലാ പഞ്ചായത്ത് കൈയടക്കി. കേന്ദ്ര സർക്കാരിൻ്റെ മികവിൻ്റെ അംഗീകാരത്തിനുള്ള അവാർഡ് പ്രഖ്യാപിക്കുന്നതോടുകൂടി പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനത്തിൻ്റെ ആദ്യ വർഷം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇരട്ട പുരസ്കാരം ലഭിക്കുന്നത് ചരിത്ര നേട്ടമായി വിലയിരുത്തും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൻസൂർ ഹോസ്പിറ്റൽ ആരോഗ്യ മേഖലയിൽ കിടപിടിക്കാനാകാത്ത നേട്ടങ്ങളോടെ മലബാറിന്റെ സ്പന്ദനമായി മാറിക്കഴിഞ്ഞ ആശയറ്റവന്റെ ആശാകേന്ദ്രമായി തീർന്ന മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിശ്വസ്ത സേവനത്തിലൂടെ ജൈത്രയാത്ര തുടരുന്നു. ചികിത്സാ രംഗത്ത് രാജ്യാന്തരമായി ഉപയോഗിക്കുന്ന എല്ലാ നൂതന ഉപകരണങ്ങളുടെ സാധ്യതയും ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കിടപിടിക്കാനാകാത്ത സേവനവും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നിശ്ചയദാർഢ്യവുമാണ് മൻസൂർ ഹോസ്പിറ്റലിന്റെ 2 ദശാബ്ദക്കാലത്തെ അസൂയാവഹമായ മുന്നേറ്റം. നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗം, നിയോനാറ്റൽ ICU, വെന്റിലേറ്റർ, പീഡിയാട്രിക് വെന്റിലേറ്റർ, ഫോട്ടോതെറാപ്പി, വാമർ, സിയാം, കളർ ഡോപ്ലർ, ട്രെഡ്മിൽ, ഇൻക്യുബേറ്റർ, ലാപ്രോസ്കോപ്പിക് സർജറി സിസ്റ്റം, വെൽ എക്യുപ്ഡ് ആൻഡ് മോസ്റ്റ് ഹൈജീനിക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ആത്മാർത്ഥ സേവനത്തോടെ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പ്, ആംബുലൻസ്, ലിഫ്റ്റ് സൗകര്യം, വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള നഴ്സിംഗ് സ്കൂൾ, മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 22020707 7 lines. Mansoor Hospital. Dedication, determination and divinity. കാഞ്ഞങ്ങാടിന്റെ ഹൃദയഭാഗത്തൊരു ഷോപ്പിംഗ് വിസ്മയം, ഫാൽക്കോ വെഡിംഗ് സെന്റർ, ഫാൽക്കോ ടവർ, കാഞ്ഞങ്ങാട്. രുചിക്ക് ഇതാ ഒരു പുതിയ പര്യായം. പാലേറ്റ് അച്ചാറുകൾ. കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചക്കറി മിശ്രിതം എന്നിവ ചേർത്ത് എണ്ണ ചേർക്കാതെ പാകം ചെയ്യുന്ന ഒരു ഭക്ഷ്യാമൃതം. ശരീരത്തിന്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധത്തിനും പുത്തൻ ഉണർവിനും വളരെ ഉചിതമെന്ന് പുരസ്കാരങ്ങൾ ലഭിച്ച ശാസ്ത്രജ്ഞന്മാർ വിധിയെഴുതിയ പാലേറ്റ് അച്ചാറുകൾ. രുചിയിൽ മുമ്പൻ, ഗുണത്തിൽ കേമൻ. പാലേറ്റ് അച്ചാറുകൾ എല്ലാ പ്രമുഖ കടകളിലും ലഭിക്കുന്നു. പാലേറ്റ് അച്ചാർ ജസീൽ സെന്റർ, പുതിയകോട്ട, കാഞ്ഞങ്ങാട്. പ്രമുഖ നിർമ്മാണ കമ്പനിയായ പാലേറ്റ് ഗ്രൂപ്പിൽ നിന്നും ഇനി രുചികരമായ പാലേറ്റ് അച്ചാറുകളും. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. മറ്റാരും ഇതുവരെ അണിയാത്ത തരം ഡിസൈനുകൾ, അതും BIS ഹോൾമാർക്കുള്ള 916 സ്വർണത്തിൽ തീർത്തവ, IGI സർട്ടിഫൈഡ് ഡയമണ്ടോട് കൂടിയവ. പ്ലാറ്റിനം ആണെങ്കിൽ
ഉറപ്പായും PGI സർട്ടിഫിക്കേഷൻ ഉള്ളവ. പിന്നെ ആജീവനാന്ത മെയിന്റനൻസ് ലഭിക്കുന്ന ആഭരണങ്ങൾ മാത്രം വാങ്ങുന്ന ഞാൻ അത് മിതമായ പണിക്കൂലിയിലാണോ ലഭിക്കുന്നതെന്നും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ എന്റെ സന്തോഷം ഇരട്ടിയാണ്. കാരണം ഇതെല്ലാം ഒരുമിച്ച് ലഭിക്കുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അത് മറ്റെങ്ങുമല്ല, നമ്മുടെ സ്വന്തം സുൽത്താൻ ഗോൾഡ് തന്നെ. 100% പരിശുദ്ധി, 100% വിശ്വസ്തം, 100% വൈവിധ്യം, അതിലുപരി മിതമായ പണിക്കൂലിയിൽ. ഇവയെല്ലാം ഒരുമിച്ച് സുൽത്താൻ ഗോൾഡിൽ നിന്ന് ലഭിക്കുമ്പോൾ ഞാനെന്തിനും മറ്റൊരു സ്ഥലം അന്വേഷിച്ചു പോകണം? Preserve values. Precious Gold. Sultan Gold. MG Road, കാസർഗോഡ്. വാർത്തകൾ തുടരുന്നു. അതിനു മുമ്പ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്ഷേത്രങ്ങളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭത്തിന് BJP തയ്യാറെടുക്കുന്നു. സർക്കാർ നിലപാടുകൾക്കെതിരെ സമരം ചെയ്യുമെന്ന് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. കിളിയളം ആണ്ടിയൂട്ട് മഹോത്സവത്തിൽ പങ്കെടുത്തവർക്ക് ഭക്ഷ്യവിഷബാധ. 70ഓളം പേർ ആശുപത്രിയിൽ. വിദ്യാഭ്യാസ വായ്പയ്ക്ക് മൊറട്ടോറിയം അനുവദിക്കണം. SFI പ്രവർത്തകർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആത്മീയ സായുജ്യം തേടി മലേഷ്യൻ പ്രതിപക്ഷ നേതാവ് അൻവർ ഇബ്രാഹിം മാലിക് ദിനാറിൽ. കാസർഗോഡിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് അൻവർ ഇബ്രാഹിം. സേവന പ്രവർത്തനങ്ങളിലൂടെ താരങ്ങളായ കുട്ടി പോലീസിന് ആത്മവിശ്വാസം വളർത്താൻ കരാട്ടെ പരിശീലനവും. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ കരാട്ടെ പരിശീലനം തുടങ്ങി. കാഞ്ഞങ്ങാട് തെരുവത്ത് അറയിൽ ഭഗവതി ദേവാലയം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം തുടങ്ങി. മതമൈത്രി സന്ദേശം ഉയർത്തി കലവറ ഘോഷയാത്രകൾക്ക് കൂളിയങ്കാലിൽ സ്വീകരണം. രാവണിച്ചുരം കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് സമാപനം. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ കശുവണ്ടി സംസ്കരണശാല തുടങ്ങുന്നു. മൂല്യാർ എസ്റ്റേറ്റിൽ പ്ലാന്റ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉടമസ്ഥതയിൽ ആദ്യമായി കശുവണ്ടി സംസ്കരണ യൂണിറ്റ് തുടങ്ങുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ടാണ് PCK അധികൃതർ സർക്കാരിന് സമർപ്പിച്ചത്. മൂല്യാർ എസ്റ്റേറ്റിൽ സംസ്കരണശാല സ്ഥാപിക്കണമെന്നാണ് തീരുമാനം. വർഷം തോറും 250 മെട്രിക് ടൺ കശുവണ്ടി സംസ്കരിക്കുന്ന തരത്തിലുള്ള പ്ലാന്റാണ് സ്ഥാപിക്കുക. പദ്ധതി സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ബോർഡ് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു. ഏപ്രിൽ ആദ്യവാരത്തിൽ നിർമ്മാണം തുടങ്ങാനാണ് തീരുമാനമെന്ന് PCK ചെയർമാൻ ഡോക്ടർ വർഗീസ് ജോർജ് അറിയിച്ചു. 1.25 കോടി രൂപയാണ് സംസ്കരണശാല നിർമ്മാണത്തിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കശുവണ്ടി സംസ്കരിക്കുന്നതിനും വിപണിയിലെത്തിക്കുന്നതിനും നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്താനാണ് തീരുമാനം. ഇതിനായി പുത്തൂരിലെ കാഷ്യൂ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാങ്കേതിക ഉപദേശം സ്വീകരിക്കും. മൂളിയാർ എസ്റ്റേറ്റിലെ 10 ഹെക്ടർ സ്ഥലത്താണ് പ്ലാന്റ് സ്ഥാപിക്കുക. ഡ്രൈയിങ് യാർഡ്, ഗോഡൌൺ എന്നിവയ്ക്ക് പുറമെ ഗ്രേഡിംഗ് യൂണിറ്റും ഏർപ്പെടുത്തും. കശുവണ്ടി സംസ്കരണശാല സ്ഥാപിക്കുന്നതോടെ 30 പേർക്കും നേരിട്ട് തൊഴിൽ നൽകാനാകുമെന്നാണ് PCKയുടെ കണക്കുകൂട്ടൽ. ജില്ലയിൽ വർഷം തോറും ശരാശരി 400 മെട്രിക് ടൺ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പ്ലാന്റേഷൻ കോർപ്പറേഷന് സ്വന്തമായി കശുവണ്ടി സംസ്കരണശാല ഇല്ലാത്തതിനാൽ സ്വകാര്യ വ്യക്തികൾക്ക് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ടെൻഡർ ക്ഷണിച്ച് കശുവണ്ടി സംസ്കരിക്കാൻ അനുമതി നൽകുകയാണ് ചെയ്യുന്നത്. 800 ഹെക്ടർ സ്ഥലത്ത് കശുമാവിൻ തോട്ടം ഉണ്ടായിരുന്നെങ്കിലും അവയിൽ 80% റീപ്ലാന്റിംഗ് നടക്കുകയാണ്. കശുവണ്ടി വിൽപ്പനയിലൂടെ കഴിഞ്ഞ വർഷം 45 ലക്ഷം രൂപയാണ് കോർപ്പറേഷന് ലഭിച്ചത്. സംസ്കരണശാല പ്രവർത്തനം തുടങ്ങുന്നതോടെ കശുവണ്ടി പരിപ്പ് കയറ്റുമതി രംഗത്തേക്കും കോർപ്പറേഷന് നേരിട്ട് കടക്കാനാകും. കൃത്യമായ ആദായവും ലാഭവും ഒരു വർഷത്തിനുള്ളിൽ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് PCK അധികൃതർ. പദ്ധതി ആരംഭിച്ചാൽ 30ലേറെ പേർക്ക് ജോലി ലഭിക്കുമെന്നതിനാൽ പ്രാദേശികമായി അനുകൂല നിലപാടുകൾ ഉണ്ടാകുമെന്നും അധികൃതർ കരുതുന്നു. സേവന പ്രവർത്തനങ്ങളിലൂടെ മാതൃകയായ കുട്ടി പോലീസിന് ആത്മവിശ്വാസം വളർത്താൻ കരാട്ടെ പരിശീലനം തുടങ്ങി. ഹോസ്ദുർഗ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടി പോലീസിനായാണ് കരാട്ടെ പരിശീലനം നടത്തുന്നത്. കുട്ടി പോലീസിന് ആത്മവിശ്വാസവും മാനസികാരോഗ്യവും വളർത്തുന്നതിനായാണ് ഇവിടെ കരാട്ടെ പരിശീലനം നടത്തുന്നത്. ബ്ലാക്ക് ബെൽറ്റ് നേടിയ ദേശീയ താരങ്ങളായ ആവിക്കരയിലെ അബ്ദുള്ള, പയ്യന്നൂർ സ്വദേശി വേണുഗോപാലുമാണ് പരിശീലനത്തിന് നേതൃത്വമേകുന്നത്. 88 കുട്ടി പോലീസാണ് ഇവിടെ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. എട്ട് 9 ക്ലാസുകളിലെ കുട്ടികളെയാണ് കുട്ടി പോലീസായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. കരാട്ടെ പരിശീലനത്തിലൂടെ ശാരീരാരോഗ്യവും ഏകാഗ്രതയും ഓർമ്മശക്തിയും നേടിയെടുക്കാൻ ആവുമെന്ന് ഇവർ ഉറപ്പു നൽകുന്നു. ഞങ്ങൾ ഇവിടെ ഇന്ന് ഈ സ്റ്റുഡൻസ് പോലീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടൈക്കോണ്ടോ എന്നൊരു ആയോധന കലയാണ്. ടൈക്കോണ്ടോ എന്ന് തായ് എന്ന് പറഞ്ഞ കാല് കൊണ്ടുള്ള പ്രയോഗം, ക്വാൺ എന്ന് പറഞ്ഞ പഞ്ച് കൊണ്ടുള്ള ഇടി, ഡോ എന്ന് പറഞ്ഞ ടെക്നിക്ക് അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികളിൽ ഈ ഒരു ടെക്നിക്സ് നമ്മൾ അല്ലെങ്കിൽ ഈ ആയോധന കല വളർത്തിയെടുക്കുമ്പോൾ തന്നെ അവർക്ക് സെൽഫ് ഡിഫെൻസ്, സെൽഫ് കൺട്രോൾ, അതുപോലെ ഡീപ്പ് ഫിലോസഫി. ആഴ്ചയിൽ 2 ക്ലാസ് വീതമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ താല്പര്യത്തോടെയാണ് പങ്കെടുക്കുന്നത്.
കുട്ടികളിൽ അലസത ഒഴിവാക്കുവാനും അച്ചടക്കം നിലനിർത്തുവാനും കരാട്ടെ പ്രയോജനപ്പെടുമെന്ന വിശ്വാസവും ഇവർക്കുണ്ട്. പുതിയ സർക്കാരിൻ്റെ പുതിയ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിന് കരാട്ടെ പരിശീലനം ജൂഡോ എല്ലാം പഠിപ്പിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനമാണ്. അതിന് ഭാഗമായിട്ടൊരു 44 കുട്ടികൾ പുതിയ ഇതിനു മുമ്പേ 44 കുട്ടികളുണ്ടായിരുന്നു. അവർക്കും ഇതുപോലെ പരിപാടി എടുത്തായിരുന്നു. സ്കൂളിൽ കുറ്റവാസനകൾ അവസാനിപ്പിച്ച് നല്ലൊരു സാമൂഹിക ബോധവൽക്കരണം ഉണ്ടാക്കാൻ വേണ്ടി പരിപാടി. നഗരത്തിലെ ട്രാഫിക് നിയന്ത്രണത്തിലൂടെയും കലോത്സവ മേളകളിലെ സഹായികളായും പ്രവർത്തിച്ച കുട്ടി പോലീസ് കരാട്ടെ പരിശീലനത്തിലൂടെയും ശ്രദ്ധ നേടുകയാണ്. കാഞ്ഞങ്ങാട് തിരുവത്ത് അറയിൽ ഭഗവതി ക്ഷേത്ര പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിരക്കൽ ഘോഷയാത്രകളെത്തി. മോലോത്തുംകുഴി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങിയ കലവറ നിരക്കൽ ഘോഷയാത്ര കൗവായി വിഷ്ണുമൂർത്തി ദേവാലയം, മഞ്ഞോട്ട് ദേവാലയം വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഏരത്തുമുണ്ട്യ അരയി നിലാങ്കര കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്തു നിന്നും മഞ്ഞോട്ട് ദേവാലയത്തിൽ നിന്നും വെള്ളിക്കൊത്ത് ചുളിയാർ ഭഗവതി ക്ഷേത്രം, ഉദുമ പടിഞ്ഞാർ ചുളിയാർ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും കലവറ നിരക്കൽ ഘോഷയാത്രകളെത്തി. തുടർന്ന് സമുദായ അംഗങ്ങളിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. ക്ഷേത്രസ്ഥാനികരുടെ നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് നടന്നത്. സ്നേഹവും സൗഹൃദവും പങ്കിട്ട് മുസ്ലിം യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ ഉപചാരങ്ങൾ സ്വീകരിച്ച് കലവറ നിരക്കൽ ഘോഷയാത്രയും. കാഞ്ഞങ്ങാട് തിരുവത്ത് അറയിൽ ദേവാലയം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിനായുള്ള കലവറ നിരക്കൽ ഘോഷയാത്രയ്ക്ക് സ്വീകരണമൊരുക്കി കൂളിയങ്കാൽ മുസ്ലിം യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ മാതൃകയായി. ഉത്സവങ്ങളും ആഘോഷങ്ങളും പരസ്പരം സ്നേഹം പങ്കിടാനും കൂട്ടായ്മകൾ വളർത്താനുമാണെന്ന് തെളിയിക്കപ്പെടുന്നതായിരുന്നു അറയിൽ ഭഗവതി ദേവാലയത്തിലേക്കുള്ള കലവറ നിരക്കൽ ഘോഷയാത്രയ്ക്ക് കൂളിയങ്കാലിൽ ലഭിച്ച സ്വീകരണം. ജാതിമത വേലിക്കെട്ടുകൾ മറന്ന് പരസ്പരം സ്നേഹം പങ്കിട്ടാണ് അവർ കലവറ നിരക്കൽ ഘോഷയാത്രയ്ക്ക് സ്വീകരണമേകിയത്. പരസ്പരം ഹസ്തദാനം ചെയ്തും ക്ഷേമാന്വേഷണം നടത്തിയും ക്ഷീണം തീർക്കാൻ ശീതളപാനീയ വിതരണവും നടന്നു. ഉത്സവങ്ങളും ഉറൂസുമെല്ലാം ഒരുമയുടെ സന്ദേശങ്ങളാണ് നൽകുന്നതെന്ന് തെളിയിക്കുന്നതായിരുന്നു കൂളിയങ്കാലിൽ മുസ്ലിം യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ ഒരുക്കിയ സ്വീകരണം. മധുരവിതരണവും നടന്നു. സ്വീകരണ പരിപാടിക്ക് അബ്ദുൾ റഹ്മാൻ, അബ്ദുൽ സലാം, ഷാജഹാൻ, നാസർ തുടങ്ങിയവർ നേതൃത്വമേകി. സ്വീകരണത്തിന് 50ഓളം പ്രവർത്തകർ എത്തിയിരുന്നു. ഇടവേള. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഒരിക്കൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ABC ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന്. ഇന്റർനാഷണൽ കമ്പനികളായ റോക്ക, RAK, സൊമാനി, കജാരിയ, ഗ്രോഹെ, ജാഗ്വർ, പാരിവെയർ, ജോൺസൺ, ഏഷ്യൻ മുതലായ ബ്രാൻഡഡ് കമ്പനികളുടെ ലോകോത്തര ഉൽപ്പന്നങ്ങൾ. അതെ, നിങ്ങളും ഒരു വീടിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ മറക്കാതെ ABCയുടെ ഷോറൂം സന്ദർശിക്കുക. ABC സെയിൽസ് കോർപ്പറേഷൻ, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഇനി വീടിനും അകത്തളങ്ങൾക്കും ആരും കൊതിക്കുന്ന സ്വപ്നഭംഗി.
സ്വർണത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങളുടെയും ഗ്യാരണ്ടി ആഭരണങ്ങൾ, പേൾ, സ്റ്റോൺ, വൈറ്റ് ഗോൾഡ് ആഭരണങ്ങൾ തുടങ്ങി ഫാഷൻ ഡിസൈനിങ്ങിന് ആവശ്യമായ മെറ്റീരിയലുകളുടെയും കമനീയ ശേഖരം. മിനാർ ജ്വൽസ്. കൂടാതെ ജ്വൽ മേക്കിംഗ്, സാരി ഡിസൈനിംഗ്, മെഹന്തി ഡിസൈനിംഗ് എന്നിവയ്ക്കുള്ള ട്രെയിനിംഗ് ക്ലാസുകളും. മിനാർ ജ്വൽസ്, ബംഗാച്ചേരി കോംപ്ലക്സ്, കാഞ്ഞങ്ങാട്. തനി തങ്ക പൊൻവെട്ടം, കനവിൽ പൊൻതൂവൽ നൽകും തങ്കത്തിൻ സ്പർശം. സിറ്റി ഗോൾഡൻ ശേലുള്ള പൊന്ന്, മഞ്ചിവൾ കേകും അഴകുള്ള പൊന്ന്. City Gold, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, നിപ്പുള. The glow of purity. ഇവിടുത്തെ ഫർണിച്ചറുകളെല്ലാം എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ? അതെ, ഇതൊക്കെ ആരുടെ സെലക്ഷനാ? സെലക്ഷനിൽ എന്തിരിക്കുന്നു, ഫർണിച്ചറിലല്ലേ കാര്യം. ഇവിടെയുള്ള എല്ലാ ഫർണിച്ചറുകളുടെയും ഫുൾ ക്രെഡിറ്റ് മെട്രോക്കാണ്. ഏറ്റവും മികച്ച തടികളിൽ അത്ഭുതപ്പെടുത്തുന്ന ഫിനിഷിംഗിൽ ഏതു കാലാവസ്ഥയിലും നിലനിൽക്കുന്ന ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം. ഗ്ലോബൽ ഫർണിച്ചേഴ്സ്, കിച്ചൺ സെറ്റ്സ്, ബെഡ്റൂം സെറ്റ്സ്, വാർഡ്രോബ്, ഡൈനിങ് ടേബിൾ സെറ്റ്സ്, ഡിസ്പ്ലേ അൽമിറ ആൻഡ് ഇമ്പോർട്ടഡ് ഫർണിച്ചേഴ്സ്. നമുക്കും ഫർണിച്ചർ മേടിക്കാൻ മെട്രോയിലേക്ക് പോവാലോ? ഞങ്ങളും ഇന്ന് തന്നെ മെട്രോയിലേക്ക് പോവുകയാണ്. നിങ്ങളോ? നിങ്ങളുടെ സ്വപ്നഗൃഹങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെട്രോ ഫർണിച്ചർ വേൾഡ്, അതിഞ്ഞാൽ കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. ജില്ലാതല അകിടുവീക്ക നിയന്ത്രണ പരിശീലന പരിപാടി കാസർഗോഡ് ബാങ്ക് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള കാസർഗോഡ് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ജില്ലാതല അകിടുവീക്ക നിയന്ത്രണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മാതൃസംഗമം നടന്നു. മാതൃസംഗമത്തിൽ പങ്കെടുക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള സ്ത്രീകൾ എത്തിച്ചേർന്നിരുന്നു. പയ്യന്നൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട് പ്രദേശങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ മാതൃസംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. 27 മുതൽ മാർച്ച് 8 വരെ 10-11 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടിയാണ് ഈ ആഘോഷ കമ്മിറ്റി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു മാതൃസംഗമം സംഘടിപ്പിക്കുവാൻ ഈ ആഘോഷ കമ്മിറ്റി ആലോചിച്ചത് എന്തുകൊണ്ടും വളരെ മഹത്തരമായ കാര്യമായി കരുതുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾ അവകാശ പോരാട്ടങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് ഭരണതലത്തിൽ വരെ കാര്യങ്ങൾ എത്തിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ സംഘടിപ്പിക്കുന്ന മാതൃസംഗമവും ആഘോഷ കമ്മിറ്റികളിൽ ഒരു വനിതാ വിഭാഗമുണ്ട് എന്നുള്ളതും ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ സ്ത്രീകളുടെ സ്ഥാനം കലവറ നിറക്കലിലും അതുപോലെ മറ്റ് അനുബന്ധ പരിപാടികളിലുമായി ഒതുങ്ങുന്നു എന്നുള്ളതും സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മാതൃസംഗമത്തിൽ സ്വാമി അപൂർവാനന്ദ സരസ്വതി പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് പി നസീമ, വാർഡ് അംഗങ്ങളായ ദാക്ഷായണി, സുജാത, ചഞ്ചലാക്ഷി എന്നിവരും പങ്കെടുത്തു. വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ പി കാർത്തിയായനി സ്വാഗതം പറഞ്ഞു. രാവണീശ്വരം, കളരിക്കാൽ, മുളവന്നൂർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം സമാപിച്ചു. നിരവധി തെയ്യങ്ങൾ കെട്ടിയാടി. 4 ദിവസങ്ങളിലായി നടന്ന കളിയാട്ട മഹോത്സവത്തിൽ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, മുളവന്നൂർ ഭഗവതി, രക്തജാതൻ, പൊട്ടൻതെയ്യം, ഗുളികൻ തെയ്യങ്ങളും കെട്ടിയാടി.
അനുഗ്രഹം വാങ്ങാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. തുടർന്ന് അന്നദാനവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്ഷേത്രങ്ങളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭത്തിന് BJP തയ്യാറെടുക്കുന്നു. സർക്കാർ നിലപാടുകൾക്കെതിരെ സമരം ചെയ്യുമെന്ന് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. കിളിയളം ആണ്ടിയൂട്ട് മഹോത്സവത്തിൽ പങ്കെടുത്തവർക്ക് ഭക്ഷ്യവിഷബാധ, 70ഓളം പേർ ആശുപത്രിയിൽ. വിദ്യാഭ്യാസ വായ്പയ്ക്ക് മൊറട്ടോറിയം അനുവദിക്കണം. SFI പ്രവർത്തകർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആത്മീയ സായുജ്യം തേടി മലേഷ്യൻ പ്രതിപക്ഷ നേതാവ് അൻവർ ഇബ്രാഹിം മാലിക് ദിനാറിൽ. കാസർഗോഡിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് അൻവർ ഇബ്രാഹിം. സേവന പ്രവർത്തനങ്ങളിലൂടെ താരങ്ങളായ കുട്ടി പോലീസിന് ആത്മവിശ്വാസം വളർത്താൻ കരാട്ടെ പരിശീലനവും. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ കരാട്ടെ പരിശീലനം തുടങ്ങി. കാഞ്ഞങ്ങാട് തെരുവത്ത് അറയിൽ ഭഗവതി ദേവാലയം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം തുടങ്ങി. മതമൈത്രി സന്ദേശം ഉയർത്തി കലവറ ഘോഷയാത്രകൾക്ക് കൂളിയങ്കാലിൽ സ്വീകരണം. രാവണിശ്വരം കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് സമാപനം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.